വെൽക്കം ബാക്ക്. അപ്പോൾ ലൂപ്പാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. ലൂപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. കുറച്ച് സാമ്പിൾ പ്രോഗ്രാംസ്, കുറച്ച് പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ. കുറച്ച് പ്രോഗ്രാംസ് ചെയ്തു നോക്കാം, എങ്ങനെ 2-3 കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് 1, 2, 3, 4, 5 എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഓരോ ലൈനിൽ ആദ്യത്തെ ലൈനിൽ 1 എന്ന് പ്രിന്റ് ചെയ്യണം, ആദ്യത്തെ ലൈനിൽ 1 എന്ന് പ്രിന്റ് ചെയ്യണം, രണ്ടാമത്തെ ലൈനിൽ 2 എന്ന് പ്രിന്റ് ചെയ്യണം, മൂന്നാമത്തെ ലൈനിൽ 3 എന്ന്, നാലാമത്തെ ലൈനിൽ 4, അഞ്ചാമത്തെ ലൈനിൽ 5 എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ നമുക്ക് പ്രിന്റ് ചെയ്യണം. ഇത് നോർമലി നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് പ്രിന്റ് 1, പ്രിന്റ് 2, പ്രിന്റ് 3 അങ്ങനെ ഒരു 5 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നമുക്കിത് പ്രിന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ലൂപ്പ് വെച്ചിട്ട് എങ്ങനെ ഈ ഒരു കാര്യം പ്രിന്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, 2, 3, 4, 5 എന്ന് പറയുന്ന നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൗണ്ടർ യൂസ് ചെയ്തൊക്കെ ഓർമ്മയുണ്ടല്ലേ. അപ്പോൾ കൗണ്ടർ നമുക്ക് കൊടുക്കാം. കൗണ്ടറിന് ഇപ്പം നമ്മൾ എപ്പോഴും കൗണ്ടർ എന്നായിരിക്കില്ല പേര് കൊടുക്കുന്നത്. ചില സമയത്ത് IJK എന്നൊക്കെ ആയിരിക്കും നോർമലി യൂസ് ചെയ്യുക. കൺവെൻഷനലി സാധാരണയായിട്ട് യൂസ് ചെയ്യുക IJK എന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കൗണ്ടറിന് പകരമായിട്ട് നമ്മളുടെ I എന്നൊരു വേരിയബിൾ കൊടുക്കുന്നു. ഐയിലേക്ക് ഞാൻ ആദ്യം 1 എടുത്ത് വയ്ക്കുന്നു. 1 എന്ന് പറയുന്ന വാല്യൂ എടുത്ത് വയ്ക്കുന്നു. അപ്പോൾ ഐയിൽ ഇപ്പോൾ എന്തുണ്ട്? ഐയിൽ 1 ഉണ്ട്. ഞാൻ ഇതിനൊരു വൈൽ ലൂപ്പ് എഴുതാൻ പോവാണ്. വൈൽ ലൂപ്പിൽ വൈൽ I less than or equal to 5 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ വൈൽ I less than or equal to 5 എന്ന് എഴുതി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇനി നമ്മൾ വയലിന് താഴെയായിട്ട് എഴുതുന്ന എല്ലാ കാര്യങ്ങളും ഈ I less than or equal to 5 എന്ന് പറയുന്ന കണ്ടീഷൻ എപ്പോഴൊക്കെ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ അപ്പോഴൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ I less than or equal to 5 എന്ന് പറയുന്നത് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നമ്മുടെ ഈ വയലിലുള്ള കാര്യം നടക്കാതിരിക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഞാൻ വയലിൻ്റെ അടിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പോവാണ്. ഞാൻ എന്താ എഴുതാൻ പോകുന്നത്? ഞാൻ കൊടുക്കുന്നു പ്രിന്റ് I എന്ന് കൊടുക്കുന്നു. ഓക്കെ, പ്രിന്റ് I എന്ന് മാത്രം കൊടുക്കുകയാണ്. ഇവിടെ എന്ത് സംഭവിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യം I ഈക്വൽ ടു 1 ആയിരിക്കും വാല്യൂ എന്ന് പറയുന്നത്. ഐയുടെ വാല്യൂ 1 ആയിട്ട് നമ്മൾ തുടങ്ങും. ഐയുടെ വാല്യൂ 1 ആയിട്ട് തുടങ്ങിയതിന് ശേഷം നമ്മുടെ വയലിൻ്റെ ഉള്ളിലേക്ക് വരും. വയലിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഐക്ക് എന്താണ് വാല്യൂ? 1 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെന്ന് നോക്കും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെന്ന് നോക്കിയിട്ട് എന്ത് പ്രിന്റ് ചെയ്യും? I പ്രിന്റ് ചെയ്യും. അപ്പോൾ 1 പ്രിന്റ് ആവും അല്ലേ. 1 പ്രിന്റ് ആവും. വീണ്ടും 1 പ്രിന്റ് ആയിട്ടിരിക്കും. എന്താ അല്ലേ? വീണ്ടും 1 പ്രിന്റ് ആയിക്കൊണ്ടേയിരിക്കും. എങ്ങനെ? എത്ര പ്രാവശ്യം പ്രിന്റ് ആവും? നിർത്താതെ പ്രിന്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഓരോ പ്രാവശ്യം ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ 1 എന്ന് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കും. അത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്? അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതിയിട്ടില്ല. അതായത് ഇൻക്രിമെന്റ് ചെയ്യുന്ന കാര്യം, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത ലൈനിൽ I is equal to I+1 എന്ന് കൂടി എഴുതി കൊടുക്കാം. ഇപ്പോഴാണ് നമ്മുടെ പ്രോഗ്രാം ശരിക്കും ശരിയായുള്ളൂ. നേരത്തെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കട്ടെ. ഇനി വർക്കിംഗ് ഒന്ന് നോക്കിയാലോ. ഇപ്പോൾ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? ആദ്യം ഐയുടെ വാല്യൂ 1 ആയിട്ട് കൊടുത്തു. വൈൽ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ I എന്ന് പറയുന്നത് 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് നോക്കും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണല്ലേ. അപ്പോൾ വൈൽ ലൂപ്പിന്റെ ഉള്ളിലേക്ക് കിടക്കും. ഉള്ളിൽ പ്രിന്റ് I ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ പ്രിന്റ് ആവും. അപ്പോൾ 1 എന്ന് പറയുന്നത് ആദ്യത്തെ ലൈനിൽ പ്രിന്റ് ആവും. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? I ഈക്വൽ ടു I+1 എന്ന് നടക്കും. അപ്പോൾ I ഈക്വൽ ടു I+1 എന്ന് പറയുമ്പോൾ I ഈക്വൽ ടു 1+1, അതായത് I ഈക്വൽ ടു 2 ആയിട്ട് വരും. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി? 2 ആയി. ഇനി വീണ്ടും ഇങ്ങോട്ട് പോകും. നമ്മുടെ വയലിൻ്റെ ഉള്ളിലുള്ള I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്ന ചെക്കിങ്ങിലേക്ക് പോകും. ആ ചെക്കിങ്ങിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് നോക്കും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. I വീണ്ടും പ്രിന്റ് ചെയ്യും. അതായത് I പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ 2 ആണ് പ്രിന്റ് ആവുക. 2 പ്രിന്റ് ആവുന്ന അടുത്ത ലൈനിൽ. പിന്നെ വീണ്ടും I+1, അങ്ങനെ 3 ആവും. 3 പ്രിന്റ് ആവും. 4 ആവും. 4 പ്രിന്റ് ആവും. 5 ആവും. 5 പ്രിന്റ് ആവും. 6 ആവുമ്പോൾ എന്ത് സംഭവിക്കും? 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലേ. അപ്പോൾ ആ വൈൽ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരും. അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. സേവ് ചെയ്ത് ഞാനൊന്ന് റൺ ചെയ്യാൻ പോവാണ്. പ്രോഗ്രാം റൺ ചെയ്യുന്നു. 1, 2, 3, 4, 5 എന്ന് പ്രിന്റ് ആയി ഒന്നുമല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ 1, 2, 3, 4, 5 എന്നുള്ളത് പ്രിന്റ് ആക്കാൻ സാധിച്ചു. അപ്പോൾ അത് ഫസ്റ്റ് നമ്മുടെ ഒരു പ്രോഗ്രാമായിട്ട് കൂട്ടാം. ഇനി നമുക്ക് ഇപ്പോൾ 1, 2, 3, 4, 5 എന്നല്ല പ്രിന്റ് ആയത്. ഇനി നമുക്ക് 5, 4, 3, 2, 1 എന്ന് പ്രിന്റ് ആക്കണമെങ്കിലോ നേരെ തിരിച്ച് 1, 2, 3, 4, 5 എന്ന് പ്രിന്റ് ആക്കിയതുപോലെ 5, 4, 3, 2, 1 അങ്ങനെ പ്രിന്റ് ആവണം. അതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. എന്താണ്? I എന്ന് പറയുന്നത് ഞാൻ 5 ആക്കുന്നു. അപ്പോൾ സ്റ്റാർട്ടിംഗ് വാല്യൂ ഐയുടെ എത്രയാണ്? 5 ആണ്. ഇനി I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്നിടത്ത് ഞാൻ എന്തെഴുതുന്നു? I എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതുന്നു. ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് I എന്ന് പറയുന്നത്
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ, അത് രണ്ടും എന്താണെന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കും. നമ്മൾ ഓൾറെഡി നമ്മുടെ റിലേഷനിലെ കാര്യങ്ങളിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇത് രണ്ടും തമ്മിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കുക, റൺ ചെയ്ത് നോക്കുക, അപ്പോൾ ആ സംശയം മാറിക്കോളും. അപ്പോൾ ഞാൻ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതുന്നു, ഐ പ്രിന്റ് ചെയ്യുന്നു. ഐ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ നമ്മൾ എത്രയിലാണ് തുടങ്ങുന്നത്? ഈ പ്രാവശ്യം 5ലാണ് തുടങ്ങുന്നത്. 5, 4, 3, 2, 1 എന്നാണ് നമ്മുടെ കൗണ്ടിങ് പോവുക, താഴോട്ടാണ് പോവുക. അപ്പോൾ നമ്മൾ ഐ എന്ന് പറയുന്നത് 1 കൂട്ടി കൊടുക്കുകയാണ് വേണ്ടത്, അല്ല ഐയോട് 1 കുറച്ച് കൊടുക്കുന്നല്ലേ. അപ്പോൾ ഐ ഈക്വൽ ടു ഐ മൈനസ് 1 എന്ന് എഴുതുന്നു. നമ്മൾ ഡിക്രിമെന്റ് ചെയ്യുന്നു. ഇനി സേവ് ചെയ്യുന്നു. ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാണ്. Python 3 program.py കൊടുത്തു. എന്തോന്നു? 5, 4, 3, 2, 1 എന്ന് തോന്നുന്നല്ലേ. അപ്പോൾ നേരത്തെ 1, 2, 3, 4, 5 ആയിരുന്നു, ഇപ്പോൾ 5, 4, 3, 2, 1 ആയി. അപ്പോൾ രണ്ടും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി അല്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ 2 പ്രാവശ്യം ഇതുപോലെയുള്ള പ്രോബ്ലംസ് എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലം തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ട്. ഇനി നമുക്ക് ഈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ഉം ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നതും രണ്ടും ഒരേപോലെയാണെന്ന് പറഞ്ഞല്ലേ. അതിൽ ഞാൻ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇട്ടിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം, ശരിയാണോ എന്നറിയാം. ഞാൻ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു, ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഓക്കെ, ഒന്നുകൂടെ പ്രോഗ്രാം റൺ ചെയ്യുന്നു. പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ സെയിം തന്നെ ഒന്നുമില്ല, 5, 4, 3, 2, 1 തന്നെ ഒന്നുമില്ല. ഇവിടെ ശരിക്കും എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്? ജസ്റ്റ് ഒന്ന് സംശയം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ വർക്കിംഗ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഐ ഈക്വൽ ടു 5 തുടങ്ങുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്? 5 ആണ്. 5 എന്ന് പറയുന്നത് ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ 5 ഗ്രേറ്റർ ദാൻ 0 എന്ന് ചെക്ക് ചെയ്യും. 5 ഗ്രേറ്റർ ദാൻ 0 അല്ലേ അത്. അപ്പോൾ നമ്മുടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ളിലേക്ക് കയറും, നമ്മുടെ വൈൽ സ്റ്റേറ്റ്മെന്റ് ഉള്ളിലേക്ക് കയറും. അതിൽ പ്രിന്റ് ഐ എന്ന് പറയുന്നിടത്ത് പ്രിന്റ് 5 എന്നുള്ളത് വരും. അതായത് പ്രിന്റ് ഐ എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ പ്രിന്റ് ഐ എന്ന് പറയുമ്പോൾ 5 പ്രിന്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഐ ഈക്വൽ ടു ഐ മൈനസ് 1, അപ്പോൾ 5 എന്നുള്ളത് മാറി 4 ആവും ഐയുടെ വാല്യൂ. ഇനി വീണ്ടും ഐ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കും. അപ്പോൾ 4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കും. താഴോട്ട് വരും, പ്രിന്റ് ചെയ്യും, 4 പ്രിന്റ് ചെയ്യും. 4 എന്നുള്ളത് 3 ആക്കും, വീണ്ടും പോവും 2 ആക്കും, 1 ആക്കും, 1 പ്രിന്റ് ചെയ്യും. 1 പ്രിന്റ് ചെയ്തതിന് ശേഷം ഐ ഈക്വൽ ടു 1, ഐ ഈക്വൽ ടു ഐ മൈനസ് 1 എന്നുള്ളത് ഐ ഈക്വൽ ടു 1 മൈനസ് 1 ആവും. അപ്പോൾ ഐ ഈക്വൽ ടു 0 ആവും. 0 ആയി കഴിയുമ്പോൾ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ 0 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചോദിക്കും. 0 ഗ്രേറ്റർ ദാൻ 0 ആണോ? 0 എന്ന് പറയുന്നത് 0നേക്കാൾ വലുതാണോ? അല്ലല്ലേ, 0 എന്ന് പറയുന്നത് 0യുടെ ഈക്വൽ ആണ്. അപ്പോൾ ആ ഒരു കാര്യം നടക്കില്ല. അപ്പോൾ 0 എന്നുള്ളത് ഉള്ളിലേക്ക് കിടക്കില്ല. അപ്പോൾ 1 വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിൽ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കിയാലോ. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈനിൽ 5 പ്രിന്റ് ചെയ്ത് വരണം, രണ്ടാമത്തെ ലൈനിൽ 10 പ്രിന്റ് ചെയ്ത് വരണം, മൂന്നാമത്തെ ലൈനിൽ 15 പ്രിന്റ് ചെയ്ത് വരണം, പിന്നെ നമുക്ക് 20 പ്രിന്റ് ചെയ്യണം, 25 പ്രിന്റ് ചെയ്യണം. ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരണം. 5, 10, 15, 20, 25 എന്ന രീതിയിൽ പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാം നോക്കിയാലോ. നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാമിൽ ആദ്യം നമ്മൾ ഐക്ക് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഐക്ക് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തത്? പ്രിന്റ് ഐ ചെയ്തു. ഐ എന്നുള്ളത് പ്രിന്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഐയുടെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഓൾറെഡി അറിയാലോ, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. നമ്മളൊന്നുകൂടെ റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 1, 2, 3, 4, 5 എന്നാണ് ഇതിന്റെ ഔട്ട്പുട്ട്. 1, 2, 3, 4, 5 എന്ന ഔട്ട്പുട്ട് വരാനുള്ള പ്രോഗ്രാം നമുക്കറിയാം. അതിന് പകരമായിട്ട് 5, 10, 15, 20, 25 എന്ന് വരുന്ന ഒരു ഔട്ട്പുട്ട് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും? സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. 5, 10, 15 എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്, അതായത് 5ന്റെ ഗുണിതങ്ങളാണല്ലേ. അപ്പോൾ 1 into 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 ആയിരിക്കും. 2 into 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 ആയിരിക്കും. 3 into 5 എന്ന് പറയുന്നതാണ് 15 എന്ന് പറയുന്നത്. 4 into 5 എന്ന് പറയുന്നതാണ് 20 എന്ന് പറയുന്നത്. 5 into 5 എന്ന് പറയുന്നതാണ് 25 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓരോ കാര്യത്തിലും നമ്മൾ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഐ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1, 2, 3, 4, 5 ആണ്. അപ്പോൾ നമ്മൾ ഐക്ക് പകരം ഐ ഇൻറ്റു 5 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഐ ഇൻറ്റു 5 ആണ് ഓരോ സമയത്തും പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? 1 പ്രിന്റ് ആവേണ്ടടുത്ത് 1 into 5 ആയിരിക്കും പ്രിന്റ് ആവുന്നത്. അപ്പോൾ 1 പ്രിന്റ് ആവേണ്ടടുത്ത് 5 എന്ന് പ്രിന്റ് ആയി വരും. 2 പ്രിന്റ് ആവേണ്ടടുത്ത് 2 into 5 ആയിരിക്കും പ്രിന്റ് ആയി വരുന്നത്. അപ്പോൾ 2 into 5 10 എന്നുള്ളതായിരിക്കും 2ന് പകരം പ്രിന്റ് ആയി വരുന്നത് നമ്മുടെ നേരത്തെ പ്രോഗ്രാമിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയാലോ. റൺ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഔട്ട്പുട്ട് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചു? 5, 10, 15, 20, 25 എന്ന് പ്രിന്റ് ആയി വന്നല്ലേ. സിമ്പിളായിട്ട് ആ കാര്യം മനസ്സിലായല്ലേ? വളരെ സിമ്പിൾ ഒരു ചേഞ്ച് മാത്രം നമ്മൾ പഴയ പ്രോഗ്രാമിൽ വരുത്തിയുള്ളൂ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുത്താൻ പറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ലോജിക്കുകളാണ് നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ നമ്മളോട് പറയാണ് ആദ്യത്തെ 10 മൾട്ടിപ്പിൾസ്, 5ന്റെ ആദ്യത്തെ 10 മൾട്ടിപ്പിൾസ് നമ്മളോട് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം?
ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്നിടത്ത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 10 വരെയുള്ള എല്ലാ മൾട്ടിപ്പിൾസും പ്രിന്റ് ആയി വരുമല്ലേ. സിമ്പിൾ ഒരു ചേഞ്ച് മാത്രം നമ്മൾ വരുത്തിയിട്ടുള്ളൂ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട 5, 10, 15, 20, 25, 30 അങ്ങനെ 50 വരുന്നു. അപ്പോൾ 5ന്റെ ഫസ്റ്റ് 10 മൾട്ടിപ്പിൾസ് നമുക്ക് പ്രിന്റ് ആയി കിട്ടിയല്ലേ. ഇപ്പോൾ ചെയ്ത രീതിയിൽ നമ്മൾ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ്, ആദ്യത്തെ 10 മൾട്ടിപ്പിൾസ് എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്രോഗ്രാമർ തന്നെ നമ്മുടെ വിൻഡോയിൽ അടിച്ചു കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ 5, 10 എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ പ്രോഗ്രാമർ തന്നെ അടിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഒരു യൂസർക്ക് ഇത് അടിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതായത് യൂസർ പറയാണ് 20 വരെയുള്ള ഫസ്റ്റ് മൾട്ടിപ്പിൾസ് ഓഫ് 5 പ്രിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 20 വരെയുള്ളത് പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാം ആക്കി ഇതിന് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. നമ്മൾ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ് കിട്ടേണ്ടപ്പോൾ നമ്മൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ് കൊടുത്തത് അല്ലേ. ആദ്യത്തെ 10 മൾട്ടിപ്പിൾസ് കിട്ടേണ്ട സമയത്ത് നമ്മൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. അപ്പോൾ ആദ്യത്തെ n മൾട്ടിപ്പിൾസ് ആണ് ലഭിക്കേണ്ടതെങ്കിൽ, അതായത് ആദ്യത്തെ n മൾട്ടിപ്പിൾസ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് എഴുതാം. അപ്പോൾ യൂസർ തരുന്ന ഒരു വാല്യൂ നമ്മൾ എന്നിലേക്ക് എടുത്തു വെച്ചിട്ട് ആ n ഇവിടെ നമ്മൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ യൂസർ 10 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ 10 മൾട്ടിപ്പിൾസ്, ആദ്യത്തെ 10 മൾട്ടിപ്പിൾസ് 5ന്റെ കാണിക്കും, പ്രിന്റ് ചെയ്ത് കാണിക്കുമല്ലേ. ഇനി 100 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 100 മൾട്ടിപ്പിൾസ് ഓഫ് 5 കാണിക്കുമല്ലേ. അപ്പോൾ നമുക്ക് n എന്ന് പറയുന്നത് യൂസറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് മേടിക്കാൻ. അപ്പോൾ യൂസറിനോട് നമ്മൾ പറയാണ് n ഈക്വൽ ടു n എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്, ഇൻഡിജർ ആണ്, ഇൻപുട്ട് യൂസറിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഇൻപുട്ട് ആണ്. എന്നിട്ട് യൂസറിനോട് എന്ത് പറയുന്നു, എൻ്റർ യുവർ നമ്പർ എന്ന് പറയുന്നു. ഓക്കെ, എൻ്റർ യുവർ നമ്പർ എന്ന് പറയുന്നു. അപ്പോൾ യൂസർ ഒരു നമ്പർ എൻ്റർ ചെയ്യുന്നത് നമ്മളെടുത്ത് എന്നിലേക്ക് സേവ് ചെയ്തിട്ട് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ n മൾട്ടിപ്പിൾസ് ഓഫ് 5 നമുക്ക് പ്രിന്റ് ആയി കിട്ടുമല്ലേ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ പ്രോഗ്രാം സേവ് ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാണ്. പ്രോഗ്രാം റൺ ചെയ്യുന്നു. ഒരു നമ്പർ പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാനൊരു 50 കൊടുക്കുകയാണ്. 50 കൊടുത്തിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു, ആദ്യത്തെ 50 മൾട്ടിപ്പിൾസ് ഓഫ് 5 നമുക്ക് കിട്ടി. 5, 10, 15, 20 അങ്ങനെ 50 എണ്ണം, ആദ്യത്തെ 50 എണ്ണം ഏതൊക്കെയാണോ അതെല്ലാം നമുക്ക് കിട്ടിയല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലുള്ള അഡീഷൻസ് നമുക്ക് ഓരോ പ്രോഗ്രാമിൽ കൊണ്ടുവരാവുന്നതാണ്. ഇനി കുറച്ചും കൂടെ സാമ്പിൾ പ്രോഗ്രാംസ് നമുക്ക് അടുത്ത വീഡിയോസിൽ നോക്കാം. താങ്ക് യു.